ഗായ്സ്, എമ്പുരാൻ വന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ വളരെയധികം കാത്തിരുന്ന രാജുവേട്ടൻ്റെ ഡയറക്ഷൻ, ലാലേട്ടൻ്റെ അഭിനയം എല്ലാം കൂടെ ഒരു വിഷ്വൽ ട്രീറ്റ് ആവാനാണ് സാധ്യത. എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ലൂസിഫറിന് ശേഷം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു എമ്പുരാൻ്റെ റിലീസിന് വേണ്ടിയിട്ട്. അങ്ങനെ എമ്പുരാൻ്റെ ടീസർ വന്നിട്ടുണ്ട്. സോ മമ്മൂക്ക ലോഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലും മമ്മൂക്ക വൈറ്റിലുമായിരുന്നു വന്നിരുന്നത്. ഓ, സൂപ്പറായിരുന്നു. ലോഞ്ച് അടിപൊളിയായിരുന്നു. ലോഞ്ചിൽ നന്ദഗോപാൽ മാറാറിന് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ മരക്കാർന്ന് മാറ്റി പറഞ്ഞു. നന്ദഗോപാൽ മാരാറിന് നന്ദഗോപാൽ മരക്കാർന്ന് കണ്ട് അവൻ മാറ്റി പറഞ്ഞു. എന്തൊക്കെയാണ് എന്തോ. സോ ലെറ്റ്സ് വാച്ച് എമ്പുരാൻ ടീസർ. പോവാം. ഓക്കെ, എന്തൊരു ഹോളിവുഡ് സിനിമ. നിനക്ക് ചുറ്റുമുള്ളതെല്ലാം തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചില്ലാനുള്ള ആളായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി. എല്ലാം വച്ച് കൂട്ടി. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും. പഴയതും കാണിക്കും. ആരുന്ന് ഗോവർദ്ധൻ വണ്ടി എടുത്ത് ഇന്നുമാര് വിഷുണ്ടാ ഒരു വീണ്. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേര് ലൂസിഫർ. ലൂസിഫർ. എൽ മോഹൻലാൽ. മോനെ ഖുറേഷിയ കുതിര കത്തിക്കൊണ്ടുവരണം. സുഭാഷ് തരാൻ അന്നടിപ്പ്. Is it the devil? एम्बुरान ओवरलोड. बस एक इशारा भाईजान, बस एक ग्रेजुएट आएगा. खुदा हाफिज. पृथ्वीराज सुकुमारन. In theaters 27 March. 27 March. അപ്പം ഗൈസ്, 25 മാർച്ചിന് ഈ മാസ്റ്റർ പീസ് സാധനം നമുക്ക് തിയേറ്ററിൽ കാണാൻ കിട്ടും. എടുത്തു വച്ചേക്കണ രീതി കണ്ട അത് ഒന്നും പറയാൻ പറ്റണില്ല. അതിൽ എവിടെ എന്ത് നടക്കണത് ട്രെയിലറൊക്കെ കട്ട് ചെയ്തേക്കണ ഓരോ സംഭവങ്ങളാണ് മുത്തുമണിയായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത്രയും മതി ഒരാൾക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അധികമായിട്ട് കട്ട് ചെയ്ത് കയറ്റി ഇവന്മാര് സിനിമ ഫുള്ള് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യത്തെ പഴയ അതേ ഡയലോഗ്, സെയിം ഡയലോഗ്സ് കുറച്ച് കയറ്റിയിട്ടുണ്ട്. അതല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കുറവ് പറയാനോ കൂടുതൽ പറയാനോ ഒന്നുമില്ല. ചെറിയൊരു പടം, പൃഥ്വിരാജ് ചേട്ടൻ്റെ ചെറിയൊരു പടം, നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണേണ്ട പടം. മലയാള സിനിമയാണെന്ന് കണ്ടാൽ പറയാത്ത രീതിയിൽ ഓരോ വിഷ്വൽസ് ഇറക്കണം. ഹമേ, എനിക്കൊന്നും പറയാനില്ല ഗായ്സ്. അപ്പം ലാലേട്ടൻ്റെ ഒരു മാസ് സാധനം തന്നെ പ്രതീക്ഷിക്കാം ബൈ രാജുവേട്ടൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ബൈ.